ഹോർമൂസ് കടലിടുക്കിൽ ഭീഷണി വേണ്ട എന്ന് കൃത്യമായി ഇന്ത്യ ഇപ്പോൾ ഇറാനോട് പറഞ്ഞിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ 135 രാജ്യങ്ങൾ ഇറാനെതിരെ പ്രമേയം കൊണ്ടുവന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയും ഇറാനും തമ്മിൽ സൗഹൃദത്തിലാണ്, സുഹൃത്തുക്കളാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലും സൗഹൃദത്തിലാണ്, സുഹൃത്തുക്കളാണ്. പക്ഷേ ഒരു രാജ്യവുമായി നമ്മൾ സൗഹൃദത്തിൽ ഏർപ്പെടുമ്പോൾ ആ രാജ്യം ചെയ്യുന്ന നീചമായ പ്രവർത്തികൾ നമ്മൾ അനുകൂലിക്കുന്നു എന്ന് അതിന് അർത്ഥമില്ല. ഇറാനുമായി സൗഹൃദത്തിലാണെങ്കിൽ ആ സൗഹൃദവുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗുണങ്ങൾ രണ്ട് രാജ്യങ്ങൾക്കുമുണ്ട് എന്ന് പറഞ്ഞ് അയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന ഏകാധിപതിയെ നമ്മൾ ഒരു കാലത്തും ന്യായീകരിച്ചിട്ടില്ല, ഒരു കാലത്തും അദ്ദേഹത്തെ പിന്തുണച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പാകിസ്ഥാനും ഇന്ത്യയുമായി കടുത്ത ശത്രുതയിലാണ് ഇന്ത്യ പാക് വിഭജനം ഉണ്ടായത് തൊട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും പാകിസ്ഥാനുമായിട്ട് നമ്മൾ സിന്ധു നദീജല കരാറുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വെള്ളം പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്. ഷിംല കരാറുണ്ട്. അങ്ങനെ പല കരാറുകൾ നമ്മളും പാകിസ്ഥാനും തമ്മിലുണ്ട്. പഹൽഗാം അറ്റാക്കിന് ശേഷമാണ് പാകിസ്ഥാനുമായി യാതൊരുവിധ ബന്ധവും നമ്മൾ ഇല്ലാത്ത രീതിയിലേക്ക് മാറിയത്. ഇപ്പോഴിതാ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾക്കും ജോർദാനുമെതിരായ ഇറാൻ നടത്തുന്ന ഹീനമായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചുകൊണ്ട് ഇന്ത്യ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. ഇറാനിൽ നിന്നുള്ള എല്ലാ ആക്രമണങ്ങളും ഉടനടി നിർത്തണമെന്ന് പ്രമേയം ആവശ്യപ്പെടുകയും ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടണമെന്ന് ഇറാന്റെ ഭീഷണികളെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നു. ബുധനാഴ്ച 15 അംഗ സുരക്ഷാ കൗൺസിൽ പ്രമേയം അംഗീകരിച്ചത് 13 വോട്ടുകൾക്ക് അനുകൂലമായും 30 വോട്ടുകൾക്ക് എതിരായി മാത്രമാണ്. വീറ്റോ അധികാരമുള്ള സ്ഥിരാംഗങ്ങളായിട്ടുള്ള ചൈനയും റഷ്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. UNSCയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് അമേരിക്കയാണ്. കൂടാതെ ബഹ്റിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശത്തിന് ഇന്ത്യ ഉൾപ്പെടെ ആകെ 135 രാജ്യങ്ങൾ സഹ സ്പോൺസർ ചെയ്തു. ഇതിൽ ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, UAE, ബ്രിട്ടൻ, US തുടങ്ങിയ മുൻനിര രാജ്യങ്ങളും ഉൾപ്പെടുന്നു. ഇറാന്റെ ഭീഷണിക്കെതിരായ ഈ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ ശബ്ദമുയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ പ്രാദേശിക സമഗ്രതയെയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയും പിന്തുണയ്ക്കുന്നതാണ് പ്രമേയം. ഈ രാജ്യങ്ങൾക്കെതിരായ ഇറാൻ ആക്രമണങ്ങളെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം, ആഗോള സമാധാനത്തിന് ഗുരുതരമായ ഭീഷണി ഉണ്ടാകുമെന്നും പ്രമേയം വിശേഷിപ്പിക്കുന്നു. GCC രാജ്യങ്ങൾക്കും ജോർദാനുമെതിരെ ആക്രമണങ്ങൾ ഇറാൻ ഉടൻ അവസാനിപ്പിക്കണമെന്നും പ്രോക്സി ഗ്രൂപ്പുകളുടെ പ്രകോപനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.